നമുക്കറിയാവുന്ന എല്ലാ മനുഷ്യരും അവന്റെ ഉള്ളിൽ അവനൊരു സ്വത്തം ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കും. അതിനകത്ത് ഒരുപാട് സീക്രട്സും ഉണ്ടായിരിക്കും. അവന് മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ എല്ലാ മനുഷ്യനും ഉണ്ടായിരിക്കും. പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞു, സാറേ ഇതിങ്ങനെ ഇരിപ്പുണ്ട്, അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് ലൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത്ര പറഞ്ഞോളൂ. പുള്ളി പറഞ്ഞു, ഇല്ല ഞാൻ കളയത്തില്ല, വേറൊരു പരിപാടിയുണ്ട്, നീ കണ്ടോന്ന് പറഞ്ഞു. എന്നിട്ട് പോയിട്ടാണ് അത് ഈ പരിപാടി കാണിച്ചത്. ആരെയാണോ കൊല്ലുന്നത്, ആ കൊല്ലുന്ന ആളുടെ മരണത്തിന്റെ അവസാന മൊമെന്റ് വരെയും അയാൾ വളരെ ജെന്റിലായിട്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ചെരിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയെ കൊണ്ട് നിർത്തിയിട്ടാണ് മരണം സംഭവിക്കുന്നത്. വിനായകൻ അത്ര ലൗഡായിട്ട് കണ്ടില്ല. അത് അങ്ങനെ മനഃപൂർവ്വം പിന്നെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴാണ് ഒരു മൊമെന്റിലാണ് അത് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അങ്ങനെ ജനറലൈസ് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഈ പറഞ്ഞ രണ്ടുപേരും കാണിച്ചത് നെഗറ്റീവ്, രണ്ടുപേരുടെ ഉള്ളിൽ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് സബ്ജക്റ്റീവായ കാര്യമാണ്. സിനിമ കാണുമ്പോൾ ഓരോരുത്തർക്കും ഓരോ തോന്നലുകളായിരിക്കും. അത് നമ്മൾ വിചാരിക്കുന്നതാണ് പോകുന്ന വഴിക്ക് ഇത് കളഞ്ഞിട്ട് പോകുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതിനെ എടുത്തിട്ട് അദ്ദേഹം വേറൊരു ലെവലിലോട്ട് കൊണ്ടുപോയി. ആണുങ്ങളോട് പിന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഒരു ബ്രൂട്ടൽ ആയിട്ട് ഒന്ന് രണ്ടിടത്ത് കാണിക്കുന്നുണ്ട്. അത് അയാളുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ നോർമൽ സിനാരിയോസിൽ അയാൾ ആണുങ്ങളോടും ജെന്റിലായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. അപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ എന്തുകൊണ്ട് മമ്മൂട്ടി ആയെന്നും മമ്മൂട്ടിയായിട്ട് എങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന മൊമെന്റാണ് അതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കളങ്കാവൽ സിനിമയുടെ സംവിധായകൻ ജിതിൻ കെ ജോസാണ് ഇന്ന് റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. താങ്ക് യു. ആദ്യം തന്നെ ഞാനൊരു ക്ലീഷേ ക്വസ്റ്റൻ അല്ല, ഒരു ചോദ്യം ചോദിക്കാം. 21 നായികമാരുണ്ട് പടത്തിൽ. അങ്ങനെ പറഞ്ഞാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് 21 നായികമാർ. അപ്പോൾ സിനിമയിൽ 21 നായികമാർക്കും അവരുടേതായ ഒരു സ്ക്രീൻ സ്പേസും ഒരു മാർക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. അല്ല ചുമ്മാ വന്നു പോകുന്ന ഒരു 21 നായികമാരില്ല. നമുക്ക് പടം കാണുമ്പോൾ തന്നെ അറിയാം ഇവരെല്ലാം വിക്ടിംസ് ആയിരിക്കും. പക്ഷെ സിനിമ കാണുമ്പോൾ നമുക്ക് ഇവരെല്ലാം ഉള്ളിലുണ്ട്, ഈ കഥാപാത്രങ്ങളെല്ലാം. ഇത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ റൈറ്റിങ്ങിൽ ചെയ്ത് വെച്ചെന്നൊരു കാര്യമാണോ, ഇങ്ങനെ തന്നെ നേരത്തെ പ്ലാൻഡ് ആയിരുന്നു 21 നായികമാർക്ക് ഇങ്ങനെ ഒരു റോൾ കൊടുക്കാന്നുള്ളത്? നേരത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ സ്ക്രീൻ പ്ലേ എഴുതി വരുന്ന സമയത്ത് കിട്ടിയ ഒരു ഐഡിയ എന്നാണ് ഇങ്ങനൊരു ഇതിലോട്ട് പോയത്. അത് പിന്നെ ഇതൊരു ക്രൈം ത്രില്ലറിനോടൊപ്പം ഒരു ക്രൈം ഡ്രാമയുടെ സ്വഭാവം കൂടെ ക്യാരി ചെയ്യാനുള്ള ഒരു ശ്രമം ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ക്യാരക്ടറൈസേഷൻ്റെ പലതരം ഡെവലപ്മെൻറ്റ്സും അതുപോലെ ഷെയ്ഡ്സും ഒക്കെ കാണിക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പുള്ളിയുടെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡിയുടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ എന്തായാലും ഇടാമെന്ന് ഒരു തീരുമാനം വന്നു. അപ്പോൾ അത് എങ്ങനെ പുതിയതായിട്ട് ചെയ്യാമെന്നുള്ള ആലോചനയിലാണ്. ഇതുപോലെ ആ ഒരു സീക്വൻസ് കണ്ടവർക്ക് അറിയായിരിക്കും അത് ഒരു തുടക്കം തൊട്ട് അതിൻ്റെ അവസാനം വരെ ആൾക്കാർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ കണക്ട് ചെയ്താണ് പോയത്. അപ്പോൾ അങ്ങനെ ഒരു സീക്വൻസ് വന്നപ്പോഴാണ് ഇത്രയും പേർക്കുള്ള സ്പേസ് ഓപ്പൺ ആയത്. അപ്പോൾ അത്രയും പേർക്കുള്ള സ്പേസ് ഓപ്പൺ ആയപ്പോഴത്തേനും അയാളുടെ പിന്നെ ഈ പ്രവർത്തന മേഖല അല്ലെങ്കിൽ പ്രവർത്തന മണ്ഡലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജിയോഗ്രഫിക്കലി വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് കാണിക്കുകയും കൂടെ വേണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പല തരത്തിലുള്ള അതേപോലെ അയാളുടെ ടേസ്റ്റ്, അതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു സീക്വൻസിലൂടെ റിവീൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും പലതരത്തിലുള്ള രൂപസാദൃശ്യങ്ങളില്ലാത്തവരൊക്കെ ആയിട്ടുള്ള പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള പലതരം ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാമെന്ന ഒരു തോട്ടിലോട്ട് പോയതും ഈ ഒരു രീതിയിലോട്ട് അത് വന്നതും. കാസ്റ്റിങ്ങിലൊക്കെ അത് ശ്രദ്ധിച്ചായിരുന്നു. ഓരോ നായകന്മാരിലോട്ട് വരുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇപ്പൊ ചിലരൊരു ഇതെടുക്കുന്നുണ്ട്, അത് വേണ്ട ഒരു സാധനം എടുക്കുന്നുണ്ട്, ചിലര് പറയുന്ന പോലെ തന്നെ ചെയ്യുന്നു. ഇത് സ്ക്രിപ്റ്റിൽ നിങ്ങൾ ഒരു നോൺ ലീനിയർ സ്ക്രിപ്റ്റിംഗ് ആണല്ലോ ചെയ്തിരിക്കുന്നത്. ജിൻചേട്ടൻ അങ്ങനെ നോൺ ലീനിയർ സ്ക്രിപ്റ്റിനോടാണ് കൂടുതൽ താല്പര്യം? അത് ഇതിപ്പം ക്രൈം കുറിപ്പാണെങ്കിലും ഇതിനകത്താണ് രണ്ടിലും ചെറിയ നോൺ ലീനിയർ പരിപാടി വരുന്നുണ്ട്. അത് ഇതിന്റെ ജോണർ പിന്നെ ഈ പറഞ്ഞ ക്രൈം ഡ്രാമയൊക്കെ ആയതുകൊണ്ട് അതിനകത്ത് ഇപ്പം നമ്മൾ ഒരു ലീനിയർ ഫോമിൽ പോകുന്നതിന് പരിമിതികളുണ്ട്. അത് അതിനകത്ത് കുറച്ചൊക്കെ സർപ്രൈസിങ് എലമെന്റ്സ് ത്രൂ ഔട്ട് വന്നെങ്കിൽ ആൾക്കാർക്ക് ഒരു ഹുക്കിംഗ് എലമെന്റ്സ് വരത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നോൺ ലീനിയർ പരിപാടി കയറി വരുന്നതാണ്. പിന്നെ ഒരു താല്പര്യമുണ്ട് അതിനോട്. അതുകൊണ്ട് അല്ല, അറിഞ്ഞുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഇന്റൻഷനലി ഇട്ടതല്ല. സ്വാഭാവികമായിട്ട് എങ്ങനെ നെറേറ്റീവിൽ എങ്ങനെ ഒരു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു പുതുമയും സർപ്രൈസിങ് എലമെന്റ്സും ചെറിയ രീതിയിലൊക്കെ നമ്മളെ കൊണ്ട് എങ്ങനെ പറ്റുമെന്നുള്ള തോട്ടിൽ അങ്ങനെ വന്നു പോകുന്നതാണ്. നോൺ ലീനിയർ കയറ്റാമെന്ന് പറഞ്ഞ് കയറ്റിയതല്ല. സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചില ഭാഗങ്ങൾ ഭയങ്കര സ്ലോ ആയിട്ട് സിനിമയിൽ ആൾക്കാർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരു ചെറിയ സ്ലോ ബേൺ പരിപാടി തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ മുന്നേ പറയുമ്പോഴൊക്കെ അത് ക്രൈം ത്രില്ലർ എന്ന് പറയാറില്ലായിരുന്നു. ക്രൈം ത്രില്ലറും അതിൻ്റെയോടൊപ്പം ഒരു ക്രൈം ഡ്രാമയുടെ സ്വഭാവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് ഈ ഒരു കാര്യം അനുസരിച്ചിട്ടായിരുന്നു. പതുക്കെ ക്യാരക്ടറിന്റെ പരിപാടികൾ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചാണ്. പിന്നെ പടത്തെ പറ്റി വരുന്നതിന് മുമ്പ് എയറിൽ ഒരുപാട് ചർച്ചകളും പരിപാടികളും വരും. നമുക്കതിനെ ഒരു പരിധിക്ക് അഡ്രസ് ചെയ്യാനും പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഇത് ക്രൈം ഡ്രാമയുടെ സ്വഭാവം കൃത്യമായിട്ടുണ്ടെന്ന് പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ്. ഇനി ഞാൻ മെയിൻ പ്രതിനായകനിലോട്ട് തന്നെ വരും, മമ്മൂക്കയിലേക്ക് വരാം. മമ്മൂക്കയുടെ ഇൻട്രോ ഷോട്ട് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഇതാണ് സംഭവം എന്നുള്ളൊരു സംഭവം അവിടെ ഒരു രജിസ്റ്റർ ആയി.
അപ്പോൾ ഈ ഇൻട്രോ സീൻ ഫസ്റ്റ് ഡ്രാഫ്റ്റ് നിങ്ങൾ എഴുതുമ്പോൾ തന്നെ ഇതെങ്ങനെ ആയിരുന്നു ഈ ഫസ്റ്റ് ഇൻട്രോ ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയായിരുന്നു. അതിന് മമ്മൂക്കയോട് പറയുമ്പോൾ ഒരു എങ്ങനെയാ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് പിന്നെ അതിന്റെ അത് അങ്ങനെ തന്നെ ആയിരുന്നു സീന്. പിന്നെ മമ്മൂക്കയാണ് ചെയ്യുന്നത് അറിഞ്ഞപ്പോഴത്തേനും അതിൻ്റെതായ ഒരു ചെറിയ ഇതൊക്കെ മാറ്റിയിട്ടുള്ളൂ. പക്ഷെ എക്സാക്ട് സീൻ ഏതാണ്ട് അത് തന്നെയായിരുന്നു. അത് നമ്മളെ കൂടെ പറ്റുന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വോയിസ് മോഡുലേഷൻ എന്താണ് എന്നൊക്കെ കാരണം അത് ആ ഡയലോഗ് പ്ലെയിൻലി ആ ഡയലോഗ് പറഞ്ഞാൽ അത് സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നതാണോ സീരിയസ്ലി പറയുന്നതാണോ എന്നൊക്കെയുള്ള വേരിയേഷൻസ് വരും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളൊരു പൊടിക്ക് സർക്കാസ്റ്റിക് ആയിട്ട് വന്നിട്ടാണ് പതുക്കെയാണ് അത് ഗ്രാജുവലി സർക്കാസത്തിന്റെ സ്വഭാവം മാറി വരുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് പ്രസന്റ് ചെയ്തത്. അത് അദ്ദേഹത്തിനും ഇഷ്ടമായി. അതുകൊണ്ടാണ് അദ്ദേഹം ഭയങ്കര രസമായിട്ട് അത് ഡെലിവറി ചെയ്യുകയും ചെയ്തു. ഈ മമ്മൂക്കയുടെ കഥാപാത്രത്തോട് വരുമ്പോൾ അദ്ദേഹം സ്ത്രീകളുടെ അടുത്ത് അത്യാവശ്യം സോഫ്റ്റ് ആണ്, പക്ഷെ ആണുങ്ങളോട് പെരുമാറുമ്പോൾ അവരായിട്ട് ഒരു അറ്റാക്കിംഗ് സീൻ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ബ്രൂട്ടൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം. അത് പിന്നെ ആണുങ്ങളോട് പിന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഒരു ബ്രൂട്ടൽ ആയിട്ട് അല്ല, ഒന്ന് രണ്ടിടത്ത് കാണിക്കുന്നുണ്ട്. അത് അയാളുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ടും ചെയ്യുന്നതാണ്. അല്ലാതെ നോർമൽ സിനാരിയോസിൽ അയാൾ ആണുങ്ങളോടും ജെന്റിലായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. ഇതുപോലെ പ്രത്യേക സാഹചര്യങ്ങളിൽ അയാൾ അങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല. ഈ സിഗരറ്റ് വലിച്ചിട്ട് മമ്മൂക്ക റൗണ്ടിൽ അത് ഒരുപാട് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ചെയ്ത്, എങ്കിലും അത് മമ്മൂക്ക പല സിനിമകളിലും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ ഈ സിനിമയിൽ ഇതിനൊരു പ്രത്യേക ഒരു റീസൺ ഉണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു സീനിൽ ഇത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ ഒരു സംഭവം? അത് നമ്മുടെ എഴുത്തില് പിന്നെ പുകവലിയും ഈ പറഞ്ഞ സ്മോക്കും ഒക്കെ ഒരു എലമെന്റ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇതുപോലെ റൗണ്ട് വിടുന്ന കാര്യത്തെ പറ്റി ഒന്നും എനിക്ക് ധാരണയില്ലായിരുന്നു. അതിനെപ്പറ്റി ഞാൻ അങ്ങനെ നോട്ട് ചെയ്തിട്ടില്ല. പിന്നെ കണ്ടപ്പോഴാണോ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ പിന്നെയാണ് നോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അപ്പൊ ഇത് പലയിടത്തും ഈ സാധനം വരുന്നുണ്ട്. സിഗരറ്റിന്റെ സാന്നിധ്യം ത്രൂ ഔട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ അദ്ദേഹം അങ്ങനെ വലിക്കാൻ ഒരു വൈമുഖ്യമുള്ള ആളാണ്, അപ്പം അതിന് തയ്യാറാകാൻ സാധ്യത ഇല്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷെ പോയി പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഓക്കെ ആയിരുന്നു ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ചെയ്ത് നമ്മൾ ആദ്യത്തെ 1-2 സിറ്റുവേഷനിൽ ഇട്ടപ്പോഴാണ് അദ്ദേഹം ഇടയ്ക്കൂടെ ഇതൊന്ന് വിട്ടത്. അപ്പത്തിനും അത് ഭയങ്കര ഒരു ആ എലമെന്റും കൂടെ നമ്മൾ ഇതിലോട്ട് അങ്ങ് കയറ്റി. പിന്നെ അത് സിനിമയിൽ ഒരു കഥാപാത്രം പോലെ വന്നു ആ എലമെന്റ്. പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും ഇത് ഒരു അദ്ദേഹത്തിന്റെ ഒരു ഐഡന്റിറ്റിയുടെ ഒരു എക്സ്റ്റൻഷൻ പോലെ വന്നു. അത് സിനിമയിൽ ഭയങ്കരമായിട്ട് സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്തെന്നാണ്. ഈ കളങ്കാവിൽ റിലീസ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ മിക്ക ആരാധകരായാലും പ്രേക്ഷകരായാലും പറയുന്ന വേറൊരു മമ്മൂക്കയുടെ ഇപ്പൊ ഏത് സിനിമ വന്നാലും വേറൊരു മമ്മൂക്ക, പുതിയൊരു മമ്മൂക്ക, അദ്ദേഹം ഓരോ സിനിമയിലും അത് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോ ഈ കളങ്കാവിൽ വരുമ്പോഴത്തേക്കും പുതിയ മമ്മൂക്ക അത് വേറൊരു കഥാപാത്രമായിട്ട് നമുക്ക് സാമ്യം തോന്നുന്നത് എത്രമാത്രം ചലഞ്ചിങ് ആയിരുന്നു ഇതിനെ സംബന്ധിച്ചിടത്തോളം? അങ്ങനെ പർട്ടിക്കുലർ അങ്ങനെ ഒരു ഇന്റൻഷനിലോട്ട് പോയിട്ടില്ല. ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളോട് സാദൃശ്യം തോന്നരുത് എന്നുള്ള ഒരു മുൻവിധിയോടെ എഴുത്തിനെയോ അല്ലെങ്കിൽ നിർമ്മാണ വേളയിലോ അങ്ങനെ ഒരു ഇതിൽ പോയിട്ടില്ല. കാരണം ആ കഥാപാത്രം ഇറ്റ്സെൽഫ് അദ്ദേഹം ചെയ്തിട്ടില്ലാത്തൊരു ഷെയ്ഡ് ക്യാരി ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. അതിനകത്ത് വേറെ ജസ്റ്റിഫിക്കേഷനോ പരിപാടികളോ ഒന്നുമില്ല. അത് പ്ലെയിൻലി ആ കഥാപാത്രം അങ്ങനെ തന്നെയാണ്. എന്നാൽ ആ കഥാപാത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അദ്ദേഹം മറ്റ് ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ POVയിൽ അദ്ദേഹം വളരെ ജെന്റിലായിട്ടുള്ള വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ POVയിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലാണ് ഇന്നർ തോട്ട്സിലാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഒരു ക്യാരക്ടർ ഇരിക്കുന്നത്. ഈ പറഞ്ഞ നെഗറ്റീവ് ഓറ എന്നുള്ളത് ഉള്ളിലിരിക്കുന്നതാണ്. പെരിഫറലി അദ്ദേഹം വേറൊരു ഓറയാണ് ക്യാരി ചെയ്യുന്നത്. ഇത് രണ്ടിന്റെയും കൂടെ ഒരു കോൺഫ്ലിക്റ്റ്. പിന്നെ ഈ സാധനം എന്തായാലും പുറത്തോട്ട് വരേണ്ട സമയത്ത് പുറത്ത് വരികയും ചെയ്യും. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പം അത് ചെയ്യുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടനാണ്. അപ്പം ഒബ്വിയസ്ലി ഒരു പുതിയൊരു സാധനം വരും എന്നുള്ള ഒരു തോട്ട് നമുക്കുണ്ടായിരുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചു. നായകനായ വിനായകനിലേക്ക് വരാം. വിനായകനിലെ ക്യാരക്ടർ വരുമ്പോഴത്തേക്കും പോലീസ് ഓഫീസറാണ്. അപ്പൊ അതിൻ്റെതായ ഒരു സ്റ്റിഫ്നെസ്സും പരിപാടികളൊക്കെ പടത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറിയിൽ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര പിടിച്ച് സംസാരിക്കുന്നു. അത് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ് അദ്ദേഹം ചെയ്തതാണോ അതോ അദ്ദേഹത്തിന്റെ തന്നെ അത് നമ്മുടെ നമ്മൾ ഒരുമിച്ചുള്ള ഒരു ചർച്ചയിൽ മാത്രമല്ല, കഥാപാത്രം അങ്ങനെ തന്നെ ഉള്ളിൽ വേറൊരു കൈൻഡ് ഓഫ് ഇമോഷൻ ക്യാരി ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. അത് പതുക്കെ റിവീൽ ആകത്തുള്ളൂ അതിന്റെ ഡീറ്റെയിലിംഗ്. പക്ഷെ ആ ഒരു ഇമോഷനെ പരമാവധി സപ്രസ് ചെയ്ത് നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ അങ്ങനെ സപ്രസ് ചെയ്ത് പോകുന്നതിന്റെ ഭാഗമായിട്ട്
പുള്ളിയും ഇതുപോലെ ഒരു പെരിഫറൽ ഓറ എടുത്തിടുന്നതാണ്. അപ്പോൾ നമ്മളത് ചർച്ച ചെയ്ത് അങ്ങോട്ട് എത്തിച്ചേർന്നതാണ്. അങ്ങനെ ഒരു മീറ്റർ പിടിച്ച് പോകാം, പിടിക്കാമെന്ന് തീരുമാനിച്ചാണ്. അത് പിന്നെ അദ്ദേഹം മുന്നേ ചെയ്തിരുന്ന കഥാപാത്രങ്ങളാണെങ്കിലും കുറച്ച് ലൗഡായിട്ട് കുറച്ച് കൂടുതൽ എക്സ്പ്രസീവായിട്ട് പോകുന്ന നല്ല കഥാപാത്രങ്ങളാണ്. അപ്പൊ അതിൽ നിന്നൊന്നും മാറ്റി അത് കഥാപാത്രത്തിന്റെ നിർമ്മിതി വിനായകൻ അത്ര ലൗഡായിട്ട് കണ്ടിട്ടില്ല. അത് അങ്ങനെ മനഃപൂർവ്വം ഒരു കാം സൈലന്റ്, പിന്നെ ക്ലൈമാക്സ് ഒക്കെ ആവുമ്പോഴാണ് ഒരു മൊമെന്റിലാണ് അത് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ ഈ വേറൊരു കാര്യം, ഒരു പർട്ടിക്കുലർ സീനെ കുറിച്ചാണ്, അത് സ്പോയിലറാണ്. അപ്പൊ അത് ഈ വിനായകന്റെയും മമ്മൂക്കയുടെയും ഒരു ചൈൽഡ് ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്ന സാധനം, അത് വിനായകൻ പറയുന്ന ഫ്ലാഷ് ബാക്ക് ആണ്, ഈ എലീനെ കൊന്നൊരു കാര്യം. അപ്പോൾ ആ കഥ പറയുമ്പോൾ മമ്മൂക്കയുടെ ഈ വിഷ്വൽസ് മമ്മൂക്കയുടെ ഫ്ലാഷ് ബാക്കിന്റെ ഫോട്ടോസ് വെച്ചിട്ടാണ് നിങ്ങളത് കൺവേ ചെയ്യുന്നത്. ആ ഒരു ഐഡിയ എങ്ങനെയാണ് വന്നത്? കൂടുതൽ ഫ്ലാഷ് ബാക്ക് സീനിലോട്ട് പോകണ്ട, നമുക്ക് ഈ ഫോട്ടോസ് വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ഒരുപാട് സ്പൂൺ ഫീഡ് ചെയ്യാതെ. ഒന്നാമത് ഈ കഥാപാത്രം പിന്നെ അതാദ്യം ഐഡിയയിൽ ഉണ്ടായിരുന്ന ഒരു സാധനം അല്ല. അങ്ങനെ അത്രയും ഇതിലോട്ട് പോകണമെന്നില്ല, അല്ലാതെ തന്നെ അങ്ങ് പോകാനായിരുന്നു. പിന്നെ ഈ കഥാപാത്രത്തിന് പ്രത്യേകിച്ച് ഇങ്ങനെ ആയതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതും നമ്മൾ ആദ്യമേ തീരുമാനിച്ച് വെച്ചിരുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു കാരണങ്ങളൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനൊരു അതെങ്ങനെയെന്നുള്ളതിന് ഒരു കാരണം നമ്മൾ പടത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാരണം കൊണ്ടുള്ള ആള് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഇത് ഐഡന്റിഫൈ ചെയ്യുമ്പോഴായിരിക്കുമല്ലോ അതിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നത്, കണ്ടിന്യൂ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെങ്കിലും അത് വേറൊരു രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ നല്ലതായിരിക്കും എന്നൊരു, അതായത് എനിക്കൊന്ന് പിന്നെ നമ്മൾ ഒരു തവണ നമ്മൾ നമ്മുടെ ജോമോൻ ചേട്ടനായിട്ടുള്ള ഡിസ്കഷനിൽ പുള്ളിയാണ് ഇങ്ങനെ അങ്ങനെ ഒരു പോസിബിലിറ്റി പറ്റി ചിന്തിച്ചുകൂടെ എന്ന് പറയുന്നത്, ജോമോൻ ടി ജോൺ. അപ്പൊ അങ്ങനെ അന്നേരമാണ് ചുമ്മാ ആ രീതിയിൽ ഞാൻ കുറെ ആലോചിച്ച് നോക്കിയത്. അപ്പൊ ആലോചിച്ച് വന്നപ്പോഴത്തേനുമാണ് ഇങ്ങനെ ഒരു സീക്വൻസ് മൈൻഡിലോട്ട് വന്നത്. അപ്പം ഇതിനകത്ത് അപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. എന്നിട്ട് പിന്നെ നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ മിഥുൻ ചേട്ടൻ്റെ അടുത്തും ഇതുപോലെ ഒരു സീക്വൻസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കും. പുള്ളി ഭയങ്കര എൻകറേജ് ചെയ്ത് സംസാരിക്കും, നല്ല രസമുള്ള സാധനമാണ് മിഥുൻ മാനുവൽ. അപ്പൊ അന്നേരം കുറച്ച് കോൺഫിഡൻസ് വന്നു. അപ്പൊ കാരണം ഇത് പെട്ടെന്ന് എല്ലാവരും കണക്ട് ആവുന്ന ഒരു സീക്വൻസ് അല്ല, പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പൊ വിനായകൻ ചേട്ടൻ ഒരു കാര്യം പറയുന്നുണ്ട്, അത് ആ പറയുന്ന സംഗതി ശരിക്കും എലിയപ്പിടുത്തമല്ല, എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവസാനം മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ഒരു പരസ്പര പൂരകമായിട്ട് അത് മമ്മൂക്കയുടെ ക്യാരക്ടറുമായിട്ട് വേറെ രീതിയിൽ കണക്റ്റഡ് ആണ്, ബ്ലെൻഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോഗ്രാഫ്സിലൂടെ അത് ഇദ്ദേഹം പറയുന്ന കാര്യം അദ്ദേഹത്തിന്റെ ലൈഫിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് ഫോട്ടോഗ്രാഫ്സിലൂടെ ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കിയതാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അതിന് എല്ലാവർക്കും കണക്ട് ആവുന്നില്ലെന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ ഈ സിനിമയിൽ തന്നെ ഇപ്പൊ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവര് മനുഷ്യരുടെ ഉള്ളിലുള്ള ഒരു ഡാർക്ക് ഷെയ്ഡ് 2 കഥാപാത്രങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം, ലൈക്ക് അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഈ പറഞ്ഞ 2 പേരും കാണിച്ചത് നെഗറ്റീവ്, 2 പേരുടെ ഉള്ളിൽ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് സബ്ജക്റ്റീവായ കാര്യമാണ്. സിനിമ കാണുമ്പോൾ ഓരോരുത്തർക്കും ഓരോ തോന്നലുകളായിരിക്കും. അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് സബ്ജക്റ്റീവായ കാര്യമാണ്. പിന്നെ അത് അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ നമുക്കറിയാവുന്ന എല്ലാ മനുഷ്യരും അവൻ്റെ ഉള്ളിൽ അവനൊരു സ്വത്തം ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കും. അതിനകത്ത് ഒരുപാട് സീക്രട്സും ഉണ്ടായിരിക്കും. അവന് മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ എല്ലാ മനുഷ്യനും ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവൻ്റെ ഫോണിന് മാത്രം അറിയാവുന്ന കുറേ രഹസ്യങ്ങളുണ്ടായിരിക്കും. പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഐഡന്റിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ്. സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ എന്നെ എങ്ങനെ കാണണം എന്നുള്ള ഒരു ത്വരയുടെ കൂടെ പ്രോഡക്റ്റ് ആയിരിക്കും അവിടെ വരുന്ന പോസ്റ്റുകളും പരിപാടികളൊക്കെ. പിന്നെ സ്വന്തം ജീവിത പങ്കാളിയോട് മുമ്പിൽ വേറൊരു ഐഡന്റിറ്റി, ഫ്രണ്ട്സിന് മുമ്പിൽ വേറൊരു ഐഡന്റിറ്റി, അത് മനുഷ്യൻ്റെ ഒരു ബേസിക് നേച്ചറാണ്. അതിൻ്റെ അർത്ഥം എല്ലാവരും മോശക്കാരാണെന്നോ എന്നൊന്നുമല്ല. പക്ഷെ ആ ഒരു സംഗതി മനുഷ്യ സഹജമാണ് എന്നേ ഉള്ളൂ. ഒരുപാട് ഈ ബ്രൂട്ടൽ സീൻസ് സിനിമയിലില്ല. ഒരുപാട് കൊലപാതകങ്ങളും സംഭവങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നതെങ്കിലും അങ്ങനെ വിസിബിൾ ആയിട്ട് കാണിക്കുന്നില്ല. എല്ലാം ഒരു സബ്റ്റിലായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് എല്ലാം ചെയ്തു പോകുന്നത്. അപ്പൊ അത് നിങ്ങൾ അല്ല, ഇത് അങ്ങനെ ബ്രൂട്ടൽ സീക്വൻസ് കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ പ്ലാൻ ചെയ്യുക അങ്ങനെ പോയ സിനിമയല്ല. നമ്മൾ ഒരു നമുക്ക് ആ പടം കാണുന്നവർക്ക് അറിയാം, അതിന് ബേസിക് ഒരു സോഴ്സ് മെറ്റീരിയൽ ഉണ്ട്. ആ സോഴ്സ് മെറ്റീരിയൽ ആരെ പറ്റിയാണ് പറയുന്നത്, ആരുടെ ജീവിതമാണോ പറയുന്നത്, അയാളുടെ ജീവിതത്തിൽ അങ്ങനെ ബ്രൂട്ടൽ സീക്വൻസുകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അദ്ദേഹം ഇപ്പം കൊലപാതകങ്ങൾ ചെയ്താൽ പോലും ആരെയാണോ കൊല്ലുന്നത്, ആ കൊല്ലുന്ന ആളുടെ മരണത്തിന്റെ അവസാനത്തെ ജീവൻ നിലനിൽക്കുന്ന അവസാന മൊമെന്റ് വരെയും അയാൾ വളരെ ജെന്റിലായിട്ട് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ചെരിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയെ കൊണ്ട് നിർത്തിയിട്ടാണ് മരണം സംഭവിക്കുന്നത്. മരിക്കുന്ന മൊമെന്റ് വരെയും അവർ ഭയങ്കര അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഹാപ്പിനെസ് തോന്നിക്കുന്ന മൊമെന്റിലാണ് മരണം കൊടുത്തിട്ടുള്ളത്. മരണം പോലും വേദനയില്ലാതെ ടക്കനെ ആണ് സംഭവം. അപ്പം
അങ്ങനത്തെ ഒരാളാണ് നമുക്ക് ഇൻസ്പിറേഷൻ. അപ്പൊ നമുക്ക് അതിനകത്ത് നമുക്ക് ബ്രൂട്ടാലിറ്റി വേണേൽ കയറ്റാം, പക്ഷെ നമ്മൾ സിനിമ വേറെ രീതിയിൽ വേണേൽ അതിന് പോസിബിലിറ്റി ഇല്ലെന്നല്ല അല്ല ഞാൻ ചോദിച്ചു വന്നത് ഈ സെൻസർഷിപ്പിന്റെ ഇഷ്യൂവും അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് അല്ല അങ്ങനെയൊന്നും സംഭവിച്ചതല്ല. അങ്ങനെ ഒരു ചിന്തയെ പോയിട്ടില്ല. ഇത് നമ്മുടെ സോഴ്സ് മെറ്റീരിയൽ ഇങ്ങനെ ഉള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയ ഫിക്ഷൻ എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ അതിനെ ഇത് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. അതിനകത്ത് അങ്ങനെ അടുത്ത ഡയമെൻഷനോട് വേണമെങ്കിൽ പോകാം, ഇല്ലെന്ന് പറയുന്നില്ല. അത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഓരോ മേക്കേഴ്സിനും തോന്നുന്ന സംഗതികളാണല്ലോ, അത് വേരി ചെയ്യും. പിന്നെ അത് പിന്നെ നമ്മൾ പടം ഇറങ്ങാൻ മുമ്പ് അങ്ങനെ മമ്മൂക്കയുടെ ക്യാരക്ടർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് അസംഷൻസ് വരും. അതൊക്കെ അസംഷൻസ് ആണ്. അതിനെ നമുക്കൊരു പരിധിക്കപ്പുറം നമുക്ക് ബോധർ ചെയ്തിട്ട് കാര്യമില്ല. മമ്മൂക്കയുടെ ക്യാരക്ടറിന്റെ വേറൊരു ഇദ്ദേഹം കളരി പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഫോട്ടോയിലൂടെ കാണിക്കുന്നുണ്ട്. കളരി ഇപ്പൊ ഈ ഫോട്ടോസിലൂടെ കൺവേ ചെയ്യുന്നുണ്ട്. പുരുഷന്മാരെ ഇവര് അദ്ദേഹത്തേക്ക് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഒരു മർമ്മം അറിയാം, അതറിയാം. എനിക്കൊന്ന് അതുകൊണ്ടായിരിക്കും പല സീനിലും ഇപ്പൊ ഈ പെട്ടെന്ന് ചില കാര്യങ്ങൾ ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇദ്ദേഹം ഈ സിഗരറ്റ് ചവയ്ക്കുന്ന ഒരു സീനുണ്ട്. അതിപ്പോ നമ്മുടെ സിനിമ കാണുമ്പോഴാണ് ഈ സിഗരറ്റ്, പിന്നെ ഒരു പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. ആദ്യം വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നൊരു പോസ്റ്ററാണ്. അപ്പൊ സിനിമയിലാണ് ഈ സിഗരറ്റ് ചവച്ചിട്ട് ഇദ്ദേഹം തുപ്പുന്ന ഒരു സാധനം. അപ്പൊ അത് നിങ്ങൾ എങ്ങനെയാണ് ഈ സിഗരറ്റ് ചവച്ച് തുപ്പുന്ന ഐഡിയ അറിയണം? ആക്ച്വലി സിഗരറ്റ് തുപ്പുന്ന തുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കൊക്കെ പേഴ്സണലി എനിക്ക് ലൈഫിൽ തന്നെ ഏറ്റവും വലിയ ഗൂസ് പംപ്സ് തന്ന ഒരു മൊമെന്റ് ആണത്. കാരണം പിന്നെ ആ സീൻ അറിയാം. ആ സീനിലോട്ട് ലീഡ് ചെയ്യുന്നത് സിഗരറ്റിൽ നിന്നാണ്. ഒരു സിഗരറ്റിനെ ഒരു ടൂൾ ആക്കിയിട്ടാണ് ആ സീൻ സംഭവിച്ചിരിക്കുന്നത്. സിഗരറ്റാണ് ഒരു ബെയ്റ്റ് പോലെ ഇട്ട് അതിന്റെ ഇതെടുക്കാൻ പോകുമ്പോഴാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി കയ്യിൽ സിഗരറ്റ് ഉണ്ട്. സിഗരറ്റ് ഉണ്ടെങ്കിലേ ഇദ്ദേഹത്തിന് അയാളെ ആ സ്പേസിലോട്ട് വിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ആ ഷോട്ടിന്റെ വിഷ്വൽ ഡിസൈനിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ഒരു പരിപാടി പിന്നെ ഒരു പർട്ടിക്കുലർ ഷോട്ട് ഉണ്ട്. അത് അവസാനം ഇങ്ങനെ പോയി അങ്ങനെ നിൽക്കും. അതാണ് ആ ഷോട്ടിൻ്റെ. അപ്പോൾ ഞാൻ ക്യാരവനിൽ പോയിട്ട് സാറിൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിഷ്വൽ പരിപാടി ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മൊമെന്റിൽ നമുക്കൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ കയ്യിൽ സിഗരറ്റ് ഇരിപ്പുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ആക്ഷനാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിനകത്ത് സിഗരറ്റ് ഒരു ഒബ്ജക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. സ്മൂത്ത്ലി ഇത് ചെയ്യാനായിട്ട് പ്രശ്നമുണ്ട്. അപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ എന്തുകൊണ്ട് മമ്മൂട്ടി ആയെന്നും മമ്മൂട്ടിയായിട്ട് എങ്ങനെ നിൽക്കുന്നു എന്ന് നമുക്ക് നമ്മൾ തിരിച്ചറിയുന്ന മൊമെന്റ് ആണ് അതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പിന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഇത് ഇങ്ങനെ ഇരിപ്പുണ്ട്, അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് ലൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അത്ര പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഇല്ല ഞാൻ കളയത്തില്ല, വേറൊരു പരിപാടി ഉണ്ട്, നീ കണ്ടോന്ന് പറഞ്ഞു. എന്നിട്ട് പോയിട്ടാണ് അതാ ഈ പരിപാടി കാണിച്ചത്. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്കെല്ലാവർക്കും മറ്റേ ഈ പരിപാടിയായിരുന്നു. അപ്പൊ അത് മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് വന്ന സാധനം. കാരണം സെറ്റ് മൊത്തം അത് കഴിഞ്ഞതും സ്വിച്ച് ഇട്ട പോലെ കൈയടിക്കരുത്. കാരണം ആരും പ്രതീക്ഷിക്കുന്നില്ല ചില സാധനങ്ങൾ സർപ്രൈസ് ആയിട്ട് അദ്ദേഹം പിന്നെ അത് ക്യാരി ഔട്ട് ചെയ്തു ത്രൂ മറ്റേ ബാക്കി അവസാനം. കാരണം അദ്ദേഹം അതായത് അദ്ദേഹത്തെ പോലെ ഒരാളുടെ ഒരു സാന്നിധ്യം കൊണ്ട് സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഒരു എലിവേഷൻ ആണത്. അത് അത്രയും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. പിന്നെ ചിന്തിക്കുന്ന കാര്യം നല്ല രീതിയിൽ കാണിക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള നടനും കൂടെയാണ്. ക്യാരക്ടറായിട്ട് ഒരുപാട് ചേരുന്നുണ്ട് ആ ഒരു ആക്ഷൻ. നമ്മൾ വിചാരിക്കുന്നതാണ് പോകുന്ന വഴിക്ക് ഇത് കളഞ്ഞിട്ട് പോകുന്നതാണ് വിചാരിക്കുന്നത്. പക്ഷെ അതിനെ എടുത്തിട്ട് അദ്ദേഹം വേറൊരു ലെവലിലോട്ട് കൊണ്ടുപോയി. സിനിമയുടെ ഒരു സംഭാഷണമുണ്ട്, ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് മനുഷ്യരെ കൊല്ലുമ്പോഴാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡയലോഗ് എഴുതുമ്പോഴത്തേക്ക് അത് എങ്ങനെയാണ് ആ ഒരു തോട്ട് വരുന്നത്? എങ്ങനെയാണ് ആ തോട്ട് വരുന്നത്? പിന്നെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സീനിന് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ആ കഥാപാത്രം എന്താണ് പിന്നെ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആദ്യം തൊട്ട് തന്നെ ഇത് അങ്ങനെ സസ്പെൻസ് ഒളിച്ചു വെച്ചിട്ട് അവസാനം ആളെ പിടിക്കുന്ന തരത്തിലുള്ള സിനിമയല്ല. ആദ്യമേ തന്നെ ഇതാണ് കക്ഷിന്ന് കാണിച്ചു കൊടുക്കുക. പിന്നെ ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് ഇതിനകത്ത് ഒരു ത്രില്ലറിന്റെ എലമെന്റ്സിനകത്ത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയാണ് സീൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ അന്നേരം ആ കഥാപാത്രം ആരാണ്, പിന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹം എന്താണെന്നൊക്കെ ഉള്ള തോട്ട്സിന്റെ ഒരു പരിണത ഫലമാണ് ആ ഡയലോഗ്സ് ഒക്കെ. അപ്പൊ അദ്ദേഹം തന്നെ അത് ഒരാളോട് സർക്കാസ്റ്റിക്കലി അദ്ദേഹം തന്നെ റിവീൽ ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ്. അപ്പം അങ്ങനെ ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിൽ നിന്ന് ഒരുപാട് പ്ലഷർ എക്സ്ട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അയാൾ അങ്ങനെയുള്ള ഒരാൾ സ്വാഭാവികമായിട്ട് പറയാൻ സാധ്യതയുള്ള ഡയലോഗ് എന്നുള്ള രീതിയിൽ വന്നതാണത്. മമ്മൂക്കയുടെ ഒരു പ്രത്യേക ഒരു സീനുണ്ട്, ഈ പടം വരയ്ക്കുന്ന ഒരു സീൻ. സ്പോയിലറാണ്. അപ്പൊ ഈ പടം വരയ്ക്കുന്ന സീൻ കുറച്ച് നേരത്തെ ആയോ എന്നുള്ളൊരു വിമർശനം. കാരണം ഇദ്ദേഹത്തെ റിവീൽ ചെയ്യുന്നത് വളരെ പെട്ടെന്നായോ എന്നുള്ളൊരു നിങ്ങൾ റൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നിയിരുന്നു? സിനിമയിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു രേഖാചിത്രം പെട്ടെന്ന് വരച്ചു. ഒബ്വിയസ്ലി ബസ്സിൽ കണ്ട ആളാണ്. ഇത് വന്ന് ഇത് ആൾക്കാർക്ക് വ്യൂവേഴ്സിന് പ്രെഡിക്റ്റബിൾ ആവും എന്നുള്ളൊരു അങ്ങനെ ചിന്ത പോയില്ല. അങ്ങനെ ചിന്ത
ഒന്നുമില്ല. അത് പിന്നെ അതൊരു കുറച്ച് ട്രിക്കി എലമെന്റ് ആണ്. അതിനകത്ത് കുറച്ച് റിസ്ക് ഫാക്ടർ ഉണ്ട്. അത് ബോധപൂർവ്വം റിസ്ക് എടുത്തതാണ്. സാധാരണ സൈക്കോ ഈ ത്രില്ലർ സിനിമകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രൂട്ടൽ സീൻസ് കാണിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കൊലപാതകം എത്രത്തോളം ആഘാതം ഉണ്ടാക്കിയിട്ടാണ് ഒരാളെ കൊല്ലുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഇദ്ദേഹത്തിനോട് ഒരു ദേഷ്യം തോന്നാം, പക്ഷെ ആ ഒരു അത്രയ്ക്ക് ദേഷ്യം തോന്നത്തുമില്ല. ഒരു കണക്ഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഇത് പടം ചെയ്യുമ്പോൾ റൈറ്റിംഗ് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിരുന്നോ? അങ്ങനെ ഭയങ്കരമായിട്ട് തോന്നിയില്ല. കാരണം പിന്നെ ബ്രൂട്ടലി കൊലപാതകം ചെയ്യുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന അങ്ങനത്തെ ഒരാളെ അല്ല. ഭയങ്കരമായിട്ട് സ്നേഹിച്ച് അതിന്റെ പാരമ്യതയിൽ കൊണ്ട് നിർത്തിയിട്ട് വേദന അറിയിക്കാതെ കൊന്നിട്ട് പോകുന്ന ഒരാളെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ അങ്ങനെ ബോധർ ചെയ്തിട്ടില്ല. നമ്മൾ ഫോളോ ചെയ്യുന്ന സാധനത്തിന്റെ ഒരു സിനിമാറ്റിക് വേർഷൻ എങ്ങനെയാണോ അതിനെ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. നമുക്ക് കുറച്ച് ബ്രൂട്ടാലിറ്റി കൂടുതൽ കാണിക്കാൻ വേണ്ടി കുറെ ബ്രൂട്ടാലിറ്റി കാണിക്കാം അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല. അതും സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അത് ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഈ സിനിമയുടെ മ്യൂസിക്കിലോട്ട് വരാം. മുജീബ് മജീദ് എക്കോ ഒക്കെ ചെയ്തു, അത്യാവശ്യം ഭയങ്കര ഒരു ടോപ്പ് ചാർട്ടിലാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം ഉള്ളത്. അപ്പൊ സിനിമയിൽ അത്യാവശ്യം പാട്ടുകളായിട്ട് കാണിക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു ടേപ്പിലാണ് നമ്മൾ പാട്ട് കേൾക്കുന്നത്. അതും റെട്രോ സോങ്സ്, പഴയ കാലഘട്ടം ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു സെലക്ഷൻ, ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? സോങ്സ് പടത്തിൽ പ്ലേസ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴത്തേക്ക് ഈ സിനിമയിൽ പ്രത്യേകിച്ച് സോങ്സ് ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെയാണ് സോങ് പ്ലേസ്മെന്റ്? ഇതിനകത്ത് ഒരു സോങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നിലാക്കായി. അത് കാണുമ്പോൾ അറിയാം. അത് ഒരു പർട്ടിക്കുലർ സീനിലൊക്കെ അത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒന്നല്ല രണ്ടോ നിർത്തി. അപ്പൊ ആ പാട്ടിനെ പറ്റി നമുക്കൊരു നിർബന്ധം ബുദ്ധിയോടെ ക്രിയേറ്റ് ചെയ്തതാണ് ആ പാട്ട്. അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന മൂഡും പരിപാടിയും വരണം. പിന്നെ ഈ പറഞ്ഞ ട്രോഫിയിലും പഴയ തമിഴ് പാട്ടുകളുടെ സ്വഭാവം ഒക്കെ വേണമെന്ന് ഒരു ഇന്റൻഷനലി ചെയ്ത പാട്ടാണ്. ബാക്കി പാട്ടുകൾ ശരിക്കും സംഭവിച്ചു പോയതാണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെ സീനിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ സ്വാഭാവികമായിട്ടും വരേണ്ട പാട്ടുകൾ എന്നുള്ള രീതിയിൽ വന്ന പാട്ടുകളാണ്. മീൻസ് ഇപ്പം ബസ്സിൽ പോകുമ്പോൾ ബസ്സിൽ നിന്ന് പ്ലേ ചെയ്യുന്ന പാട്ട്, അതുപോലെ ടി വിയിൽ കേൾക്കുന്ന പാട്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ പാട്ടുകൾക്ക് നമുക്ക് കുറച്ച് റെഫറൻസുകളും ഒക്കെ നമ്മൾ ട്രൈ ചെയ്തു. അപ്പം ഇപ്പോഴത്തെ കാലത്ത് അത് പ്രശ്നമാണ്. കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് പാട്ട് പ്ലേ ആവുന്നത് ഒന്നെങ്കിൽ ബസ്സിലായിരിക്കും. അപ്പൊ നമ്മളത് നോർമലി ലൈഫിൽ നടക്കുന്ന ഒരു അതെ ഇയാളുടെ ക്യാരക്ടറുമായിട്ട് പാട്ടുകൾക്ക് ബന്ധമുണ്ട്. ഇയാൾ ഇങ്ങനെ പാട്ടുകൾ കേൾക്കുന്ന ആളാണ്, പ്രത്യേകിച്ച് ഈ പാട്ട് എപ്പോഴും കേൾക്കുന്ന ആളാണ്. അപ്പൊ അത് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പഴയ പാട്ടുകൾ, തമിഴ് പാട്ടുകൾ എന്തായാലും ആവശ്യമായിരുന്നു. പക്ഷെ നമ്മൾ പഴയ തമിഴ് പാട്ടുകൾ ഒറിജിനൽ സോങ്സ് അവിടുന്ന് നമുക്ക് യൂസ് ചെയ്യുന്നതിന് അല്ലാത്ത പ്രശ്നങ്ങളാണ്. റൈറ്റ്സിന്റെ ഇഷ്യൂ അങ്ങനെ കുറേ ഇതാണ്. അപ്പോൾ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ മുജീബ് ആദ്യമേ പറഞ്ഞായിരുന്നു, പുള്ളി ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം, ചുമ്മാ റെട്രോ സോങ്സ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം, ആ മൂഡ് തന്നെ കിട്ടുവാണോ എന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വന്നപ്പം മുജീബ് ഭയങ്കര രസമായിട്ടുള്ള കുറേ ട്രാക്സ് ചെയ്തു. അങ്ങനെ വേണം അത് തന്നെ യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ അത്രയും പാട്ടുകൾ അത്രയും നല്ല പാട്ടുകളായതുകൊണ്ട് അത് സെപ്പറേറ്റ്ലി ഔട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഈ സൈനൈഡ് മോഹന്റെ കഥയല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒന്നിൽ കൂടുതൽ ഇൻസ്പിറേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സിനിമയിൽ സൈനൈഡ് ഉപയോഗിക്കുന്ന ഒരു സീനോ നമുക്ക് പറഞ്ഞ പോലെ പ്രസ് മീറ്റ് പറഞ്ഞ പോലെ സൈനൈഡ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അല്ല, സൈനൈഡ് മോഹന്റെ അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അല്ല മീൻസ് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇത് വേറെ ഒരുപാട് കേസുകളിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. അപ്പൊ നിങ്ങൾ ഇതിനു വേണ്ടിയുള്ള ഒരു എടുത്തൊരു റീസർച്ച് അല്ലെങ്കിൽ സ്റ്റഡി, അതിന്റെ ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒരു ഭീകരമായ റിസർച്ച് നടത്തില്ല. ഈ പർട്ടിക്കുലർ കേസിന്റെ കുറെ റിസർച്ച് നടത്തിയിട്ടുണ്ട്. മറ്റ് കേസുകളൊക്കെ നമുക്ക് യാദൃശ്യമായിട്ട് എത്തപ്പെട്ടതാണ്. അത് പിന്നെ വേറെ 1-2 ഡോക്യുമെന്ററീസിൽ നിന്നും അങ്ങനെയൊക്കെയാണ് അതിന്റെ ഐഡിയാസ് കിട്ടുന്നതും ഒക്കെ. ഷുഗർ ചെക്ക് ചെയ്യാനുള്ള മെഷീനിലൂടെ അതും സൈനൈഡായിട്ട് ചെയ്തിട്ടാണല്ലോ ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഈ അല്ല, അത് വേറൊരു റൈസിനാണ് യൂസ് ചെയ്യുന്നത്. റൈസാണ് ഒരു ഫോറൻസിക്. അപ്പോൾ അതിന്റെ ഒരു ഐഡിയ വരുന്നത് എങ്ങനെയാണ്? ഇതും അതിനകത്ത് പടത്തിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് നമ്മുടെ ചില വിദേശ രാജ്യങ്ങളിലെ സ്പൈ ഏജൻസീസ് മുന്നേ പിന്നെ പതിറ്റാണ്ടുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെപ്പണാണത്. അത് വെച്ചിട്ട് ഒരുപാട് കൊലപാതകങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ലോകത്തിന്റെ പല സമയത്തും. അതിനെപ്പറ്റി ഇവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാർത്തകളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതിനോട്ട് കയറ്റിയത്. ഇതിന്റെ ഒരു ആദ്യ ചിത്രമാണിത്, അതും മമ്മൂക്കയുടെ കൂടെയാണ് ഫസ്റ്റ് ചിത്രം. അപ്പോൾ ഒരു ടെൻഷനോ ആൻസൈറ്റി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു? അങ്ങനെ തുടക്കത്തിലുണ്ടായിരുന്നു. കാരണം നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും മമ്മൂക്ക എന്ന് പറയുന്നത് ഒരു മഹാനടനാണ്. അപ്പം അങ്ങനെ ഒരു ഇമേജ് നമുക്ക് മൈൻഡിലുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു ചെറിയ ആങ്സൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇപ്പം പിന്നെ പടം ചാർട്ട് ചെയ്തൊക്കെ കുറച്ച് ലൂസായിട്ടായിരുന്നു തുടക്കത്തിലെ സീക്വൻസുകളൊക്കെ. അപ്പോൾ അതൊക്കെ എടുക്കാൻ വലിയ ടെൻഷൻ അടിക്കേണ്ട കേസൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എടുത്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് സെറ്റായി. പിന്നെ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട, കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം കാണും. അപ്പോൾ അതിനൊക്കെ നമ്മുടെ കയ്യിൽ കൃത്യമായ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ
അവിടെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം ഇല്ല എന്നാണ് എൻ്റെ അനുഭവം. പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് ഷോർട്ട് ഡിവിഷൻ ഉൾപ്പെടെ അദ്ദേഹത്തിന് കൃത്യമായി കൺവേ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട സിറ്റുവേഷൻ ഒന്നും വരത്തില്ല. ഈ സീൻസ് എടുക്കുമ്പോൾ തന്നെ മമ്മൂക്കയുടെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു? ഇല്ല, ഇത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന സമയത്താണ്. ആ സമയത്താണ് അല്ല, ഷൂട്ടിംഗ് സമയത്തൊന്നും ഇല്ല, ഒരു പ്രശ്നമില്ല. ഈ നമുക്ക് ട്രിവാൻഡ്രം സ്ലാങ് ഇപ്പൊ എടുത്തേണ്ട ഒരു സാധനം രാജമാണിക്യത്തിൽ ഇപ്പൊ ഫണ്ണി രീതിയിലാണ്, കുറച്ചുകൂടി എക്സാജറേറ്റ് ചെയ്ത് ലൗഡ് ആയിട്ടാണ്. പക്ഷെ ഇതിനകത്ത് ഭയങ്കര സബ്റ്റിലായിട്ട് നോർമൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ട്രിവാൻഡ്രം സ്ലാങ്ങിൽ കറക്റ്റ് ആണ് സംസാരിക്കുന്നത്. ആ സൈഡിലുള്ള ഒരു കഥ നടക്കുന്ന ഒരു റിവോൾവ് ചെയ്യുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്ത് തന്നെയാണ്. അങ്ങനെ ഇതാണ്, അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. എന്തായാലും ഇത് ഈ സിനിമ ഒരു അതിർത്തി പ്രദേശത്ത് നടക്കുന്ന ഒരു ഇതാണ്. തമിഴ്നാട് കേരള ബോർഡർ ഏരിയ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിർത്തി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ആകാൻ ഉള്ള സ്പേസ് ഉള്ള അതിർത്തിയാണ്. അപ്പം അങ്ങനെ ഒരു അതിർത്തി എന്ന് പറയുന്നത് കുറച്ചും കൂടെ പിന്നെ തിരുവനന്തപുരം കന്യാകുമാരി അതിർത്തിയാണ് പ്രാക്ടിക്കലി പോസിബിൾ. കാരണം അവിടെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒക്കെ എൻഡ് കഴിഞ്ഞിട്ട് പിന്നെ പ്ലെയിൻ ഏരിയ ആണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ രണ്ട് ഭാഷയും കുഴപ്പമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ താമസിക്കുകയൊക്കെ ചെയ്യുന്ന കുറേ ഏരിയകളാണ്. അപ്പം അങ്ങനെ ഒരു ഏരിയയിലാണ് ഇദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസിനെ എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം സ്ലാങ്ങിന്റെ ഒരു എക്സ്റ്റൻഷൻ കയറി വന്നതാണ്. അത് പിന്നെ ഈ പടത്തിന്റെ ഒരു സ്വഭാവം വെച്ച് ആ ഒരു റിയലിസ്റ്റിക് ന്യൂട്രലിനെ പിടിക്കാനും പറ്റത്തുള്ളൂ. അദ്ദേഹം അതൊരു എക്സ്പെർട്ടാണ്. അതിന് മാത്രമല്ല അതെ, ഇത് പഠിക്കുന്നതിലും അദ്ദേഹത്തിന് ഒരു എക്സ്പെർട്ടൈസ് ഉണ്ട്. അതുകൊണ്ട് അല്ല, ഇതിന് പ്രത്യേകിച്ച് നമുക്കിടെ കൂടെ ഒരു ഡയലക്ട് പറഞ്ഞു കൊടുക്കാൻ ആളോ അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാരില്ല. പിന്നെ നമ്മുടെ ക്രൂവിൽ തന്നെ ആ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ എന്റെ സ്ഥലവും അടുത്താണ് അതിന്റെ. അപ്പം അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാരില്ലായിരുന്നു. ചിത്രത്തിന്റെ ആക്ഷൻ സീൻസിലോട്ട് വരുവാണ്. ആകെപ്പാടെ ഒരു ഫൈറ്റേ ഉള്ളൂ ക്ലൈമാക്സിലുള്ള. ആദ്യം കുറച്ചുണ്ട് സ്റ്റാർട്ടിങ്ങിലുള്ള സീൻസ്. പക്ഷേ ഇതെല്ലാം കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ആക്ഷൻ സന്തോഷ് എന്ന് പറഞ്ഞ നമ്മൾ ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറയും കളങ്കാവിലും നമുക്ക് ഇതുവരെ കാണാത്തൊരു മമ്മൂക്കനെ കാണാൻ നല്ല ഫൈറ്റ് സീൻസ് ആണ്. അപ്പോൾ ഫൈറ്റ് സീൻസ് കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ്? ഫൈറ്റ് സീൻസ് കൊറിയോഗ്രാഫി നമ്മൾ ഓൾറെഡി റിയലിസ്റ്റിക് ആയതുകൊണ്ട് ഇതും അതും പറ്റുന്ന പോലെ അങ്ങനെ ഒരു അത്യാവശ്യം പറ്റുന്ന പോലെ റോ ആയിട്ട് ചെയ്യണമെന്നുള്ള ഉദ്ദേശം ചെയ്തതാണ്. അതിനുവേണ്ടി തന്നെ അത് ഡിസൈൻ ചെയ്ത് കുറേ ഡിസൈൻസ് നോക്കിയിട്ട് സന്തോഷം തന്നെ ഉണ്ടായിരുന്നു. സന്തോഷം അപ്പോൾ ആദ്യമേ പിന്നെ ഇങ്ങനെ വന്നിട്ട് പുള്ളിയുടെ ആൾക്കാരെ വെച്ചിട്ട് കൊറിയോഗ്രാഫി ചെയ്ത വീഡിയോ നമുക്ക് കാണിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മുടെ മാറ്റങ്ങൾ ഇട്ടിട്ട് ആണ് അവസാനം ഒരു സീക്വൻസിലോട്ട് ലാൻഡ് ചെയ്ത് അങ്ങനെ ചെയ്യുമായിരുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടിയ ചെറിയ പരിക്കുകളും പറ്റുമൊക്കെ ചെയ്തു. എന്നാലും അവർ അങ്ങനെ ബുദ്ധിമുട്ട് ഒന്നുമില്ലാതെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്തു. ഈ ക്ലൈമാക്സ് സീനിലോട്ട് വരുമ്പോഴത്തേക്കും മമ്മൂക്കയുടെ കഥാപാത്രം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടായിട്ട് ഫസ്റ്റ് ഹാഫ് വരെ ഇപ്പൊ മമ്മൂക്ക് കഴിയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് വിനായകനോട്ടുള്ള കയ്യടി മാറുന്ന ഒരു സാധനമാണ് നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലൈമാക്സ് കഴിഞ്ഞ് ഇദ്ദേഹത്തെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു എൻഡിങ് കൊടുക്കാൻ ഇനി തുടരും എന്നുള്ളൊരു സാധനമാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഇനി എന്തെങ്കിലും അങ്ങനെ ചിന്തയൊന്നുമില്ല, നിലവിൽ അങ്ങനെ ചിന്തയൊന്നുമില്ല. അതങ്ങനെ പൂർണ്ണമായിട്ടും അങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്ന വിഷ്വൽസിൽ നിന്ന് അങ്ങനെ പൂർണ്ണമായിട്ടും അങ്ങനെയാണെന്ന് പറയാനും പറ്റില്ല. അതിന് വേറൊരു റീഡിങ് കൂടെ പോസിബിൾ ആണ്. പിന്നെ അങ്ങനെ ചിന്തയിലോട്ട് ഇതുവരെ പോയിട്ടില്ല. ഇപ്പൊ സുകുമാരക്കുറുപ്പ് എന്ന ആള് ഒരു വില്ലനായ ഒരു ക്രിമിനലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഹീറോ പരിവേഷത്തിൽ വന്നൊരു സിനിമയായിരുന്നു. അന്ന് ഒരുപാട് വിമർശനങ്ങൾ ചെറുതായിട്ട് സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഈ സൈനൈഡ് മോഹനന്റെ ഒരു ഇത് സംഭവമുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് ആൾക്കാരെ ഒരു ഹീറോയ്ക്ക് ആക്കാൻ അങ്ങനെ ഒരു ശ്രമം ഇതിനകത്ത് അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് അങ്ങനെ ഇല്ല. കുറിപ്പിൽ പിന്നെ കുറച്ച് വേറെ ആ ഒരു ആംഗിളിൽ കുറച്ച് ഫിക്ഷൻ എലമെന്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് സിനിമാറ്റിക് ഒരു ലിബർട്ടി എടുത്തതാണ്. പിന്നെ അതിനകത്ത് എനിക്ക് പറയുന്നതിന് ഒരു പരിധിക്കപ്പുറം പറയുന്നതിൽ പരിമിതിയുണ്ട്. കാരണം അത് പിന്നെ ശ്രീനാഥേട്ടനാണ് അതിന്റെ സംവിധായകൻ. അദ്ദേഹത്തിന്റെ ഒരു ക്രിയേറ്റീവ് ഡിസിഷൻ ആണ് അതൊക്കെ. അത് ഒരു സിനിമാറ്റിക്കലി അപ്പീൽ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കുറച്ച് സംഗതികളാണ്. അത് ഫിക്ഷണൽ പരിപാടിയാണ്. അല്ല, റിയൽ ലൈഫ് ഇൻസിഡൻസ് ഒരുപാട് ഇപ്പൊ എടുക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ജിതിൻ രണ്ട് സിനിമയിൽ വെച്ചെടുക്കുമ്പോഴത്തേക്ക് അപ്പൊ ഇനിയും ഇതുപോലെ റിയൽ ലൈഫ് അങ്ങനെ നിർബന്ധമില്ല. ഇത് രണ്ടും ഭയങ്കര യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. രണ്ടും അങ്ങനെ സംഭവിച്ചതാണ്. അങ്ങനെ പർട്ടിക്കുലറി അങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശമില്ല. ഇനി അടുത്ത സിനിമകൾ എന്തെങ്കിലും പ്ലാനിലുണ്ടോ? അതോ പ്ലാനിൽ ഇങ്ങനെ ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ഫൈനൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. അത് ചില ആൾക്കാർ കുറച്ച് ഫോർവേഡ് ആയിട്ടുണ്ട്. അത് ഒഫീഷ്യലി കൺഫർമേഷൻ. എന്തായാലും സിനിമ നല്ല റെസ്പോൺസോടെ തിയേറ്ററിൽ ഓടുകയാണ്. ഹാപ്പിയാണ്. മീൻസ് പിന്നെ സത്യം പറഞ്ഞാൽ ഇത്രയും അക്സെപ്റ്റൻസ് പ്രതീക്ഷിച്ചിരുന്നില്ല. മീൻസ് നമ്മുടെ തിയേറ്ററിൽ വരുന്ന റെസ്പോൺസ് മെയിൻ റീസൺ മമ്മൂക്ക 8 മാസത്തിന് ശേഷം വരുന്നു. പിന്നെ ഈ കഥ ഇങ്ങനെ ഒരു ഡിഫറെന്റ് ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അത്യാവശ്യം നല്ലൊരു
ടോക്ക് എങ്ങനെ വന്നു, പിന്നെ ഈ പറഞ്ഞ കുറച്ച് പ്രീ റിലീസ് പിന്നെ പ്രൊമോഷനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആൾക്കാരിലോട്ട് എത്തി. പിന്നെ എനിക്ക് തോന്നുന്നു സിനിമ കണ്ട് നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ ഒരു റെസ്പോൺസ് തിയേറ്ററിൽ നിന്ന് വരുന്നുണ്ട്. അതിൽ ഹാപ്പിയാണ്. ഈ മമ്മൂട്ടി കമ്പനിയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? മമ്മൂട്ടി കമ്പനിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബോധപൂർവ്വമായിട്ട് ചെയ്തല്ല. അങ്ങനെ സംഭവം നമ്മൾ പിന്നെ മമ്മൂക്കിലോട്ട് ആൻഡ്രോ ചേട്ടൻ ത്രൂ ആണ് പോയത്. വിവേകേട്ടൻ ആൻഡ്രോ ചേട്ടൻ വഴി അങ്ങനെയാണ് പോയത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഗ്രാജുവൽ സംസാരങ്ങളെല്ലാം നടക്കുന്നതിനിടയിലാണ് ഒരു ദിവസം ഇങ്ങനെ മമ്മൂട്ടി കമ്പനി തന്നെ ചെയ്യാവുന്നൊരു തീരുമാനം അവർ പറയുന്നത്. അപ്പോൾ വളരെ സന്തോഷം തോന്നി. അത് പുള്ളി തന്നെ തീരുമാനിച്ചതാണ്. പടത്തിലെ ബാക്കി കാസ്റ്റുകളൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചതാണോ അതോ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ളൊരു? അത് കൂടുതലും നമ്മുടെ ഒരു ഇതിൽ തന്നെ പോയത്. പക്ഷെ മമ്മൂക്കയുടെ സജഷൻസ് ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ കൂട്ടായ തീരുമാനമായിരുന്നു കൂടുതലും. ഇപ്പൊ ലേഡീസിന്റെ ഒക്കെ കൂടുതലും നമ്മൾ നായികമാരെ കാസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്? അത് നമുക്ക് കഥാപാത്രങ്ങളുടെ ഒരു രീതി വെച്ചിട്ട് നമ്മൾ ഓരോ കഥാപാത്രം ഇന്ന ട്രേറ്റിലുള്ളതായിരിക്കും, ഇന്ന അതിന്റെ അവരുടെ പിന്നെ പശ്ചാത്തലവും അവരുടെ ഒരു രൂപവും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ പറ്റി നമ്മളൊരു ഐഡിയ വെച്ചിരുന്നു. അതനുസരിച്ച് നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കുറേയൊക്കെ അത് തന്നെ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആൾക്കാരിലോട്ട് റീച്ച് ചെയ്യാൻ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായിട്ട് അത് സെറ്റ് ചെയ്ത് തന്നു. ഈ സിനിമ ഭയങ്കര സ്ലോ ബേണർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജിതിൻ കൂടുതലും സ്ലോ ബേൺ സിനിമകൾ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തൊക്കെ അങ്ങനെ പറയാൻ അങ്ങനെ ഒരു ഫേവറേറ്റ് റോണർ എന്ന് പറയാനായിട്ട് ഇപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കുറച്ചും കൂടെ ആക്ഷൻ ഓറിയന്റഡ് സിനിമകൾ ഇഷ്ടമാണ്. ക്രൈം ഡ്രാമാസ് ഇഷ്ടമാണ്, ത്രില്ലേഴ്സ് ഇഷ്ടമാണ്, ആക്ഷൻ ഇഷ്ടമാണ്. ഇതൊക്കെ തന്നെ മെയിൻ കൂടുതൽ ഇതൊക്കെയാണ്. നമ്മുടെ വ്യൂവേഴ്സിന് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു 5 സിനിമയും കൂടെ പെട്ടെന്ന് പറയുന്നത് റെക്കമെൻഡ് ചെയ്യുവാണ്. മലയാളം അതല്ല എനിക്ക് മലയാളം ഞാൻ ഇപ്പം പറയണ്ടെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും അല്ലാത്തതും പറഞ്ഞാല് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ള സിനിമ എനിക്ക് തോന്നുന്നു ഡ്രൈവ് ആണെന്ന് തോന്നുന്നു. നിക്കോളസ് വൈൻഡിങ് റഫന്റെ 2011 സിനിമയാണ്. പിന്നെ വേണമെങ്കിൽ ഫണ്ണി ഗെയിംസ് ഒറിജിനൽ, ഇംഗ്ലീഷ് അല്ല റീമേക്ക് അല്ല ഒറിജിനൽ. പിന്നെ ലൈഫ്സ് ഓഫ് അതേഴ്സ്, ദേർ വിൽ ബി ബ്ലഡ് വേണമെങ്കിൽ. അല്ല കൂടുതലും ആക്ഷൻ ത്രില്ലർ പടങ്ങളാണ്. അങ്ങനെയൊക്കെ തന്നെയാണ് കൂടുതലും. ഈ റൈറ്റർ ജിഷ്ണുവിലോട്ട് ഞാനും കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. അദ്ദേഹമായിട്ടുള്ള ഒരു കോറൈറ്റിംഗ് എക്സ്പീരിയൻസ് അത് നമ്മൾ ഒരുപാട് സ്ഥിരമായിട്ട് സിനിമകൾ ചർച്ച ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചയിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. പിന്നെ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഫോണിൽ ഇങ്ങനെ സംസാരിക്കുകയും അങ്ങനെ ആണ് എഴുത്തിന്റെ പ്രോസസ്സിലോട്ടൊക്കെ. കോർ ഐഡിയ കിട്ടുന്നത് ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത്? കോർ ഐഡിയ കിട്ടുന്നത് പിന്നെ ജിഷ്ണു ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയ എന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഇതുപോലെയുള്ള റിയൽ ലൈഫ് ഇൻസിഡന്റുകളൊക്കെ ഒരുപാട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിനെ പറ്റി പറയുന്നത്. പർട്ടിക്കുലർ ഇൻസിഡന്റിനെ പറ്റി പറഞ്ഞാൽ ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബേസ് ഈ സൈനൈഡിന്റെ സ്റ്റോറിയെ പറ്റി പറഞ്ഞു. അപ്പോൾ അന്നേരം അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെന്റ് തോന്നിയില്ലെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ അതിനകത്തൊരു സിനിമാറ്റിക് ആംഗിൾ ഒരു സിനിമയുടെ വരണമെങ്കിൽ അതിനകത്ത് വേറൊരു ഒരു സ്വഭാവം വരണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചുനാൾ ചർച്ച ചെയ്ത് അങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഒരു തവണ നമ്മൾ യാദൃശ്യമായിട്ട് ഇപ്പം പിന്നെ ഗോകുലത്തിലേക്ക് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടുള്ള കൃഷ്ണമൂർത്തി ഏട്ടനുണ്ട്. കൃഷ്ണമൂർത്തി. അപ്പോൾ അദ്ദേഹമായിട്ട് ഒരു തവണ ഇങ്ങനെ ചുമ്മാ ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെ വേറൊരു സജഷൻ പറയുന്നത്. ചുമ്മാ അദ്ദേഹം ഇങ്ങനെ കാഷ്വലി പറഞ്ഞാണ്, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കും, ചിലപ്പോൾ അത് രസമായിരിക്കും എന്ന് പറഞ്ഞു. അതായത് നമുക്ക് ഇതിനകത്ത് മമ്മൂക്കയുടെ ക്യാരക്ടറിന്റെ ഒറിജിനൽ പ്രൊഫഷൻ ഉണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അന്നേരം പെട്ടെന്ന് കേട്ടപ്പോഴും എനിക്ക് അത് വർക്കാവോ, അതൊരു സുഖം ഉണ്ടോ എന്നൊക്കെ ഒരു ഇത് വന്നു. പക്ഷെ ആ തോട്ട് ഉള്ളിൽ കിടന്നു. അപ്പോൾ ഇപ്പം ഇങ്ങനെ എന്നിട്ട് നമ്മൾ തിരിച്ച് പോകുന്ന യാത്രയിലാണ് ആ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഒരു സിനിമാറ്റിക്കലി അപ്പീലിംഗ് ആവുന്ന വേറൊരു ഡയമെൻഷനിലോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നി. അങ്ങനെയാണ് ശരിക്കും ഈ സിനിമ ഉണ്ടാകുന്നത്. അന്നേരത്തെ ഒരു എക്സൈറ്റ്മെന്റിലാണ് പിന്നെ എഴുത്തിലോട്ട് പോയത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു സിനിമയുടെ ഒരു മെയിൻ USP അത് തന്നെയാണ്. അതിലാണ് സിനിമ ഇരിക്കുന്നത്. കാരണം ആ സമയത്ത് കിട്ടിയ ഒരു ഐഡിയ ആണ്. ആ ഐഡിയ വന്നാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള 2-3 സീക്വൻസുകളുണ്ട് സിനിമയിൽ മെയിനായിട്ട്. ആ സീക്വൻസുകളാണ് ആദ്യം വന്നത്. അപ്പൊ അതിൽ നിന്നാണ് സിനിമ ജനിക്കുന്നത് എന്ന് തോന്നുന്നു. ഷൂട്ടിംഗ് മൊത്തത്തിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? മൊത്തത്തിൽ ഒരു 44 ദിവസത്തോളം. കൂടുതലും നാഗർകോവിൽ, കന്യാകുമാരി ആ ഏരിയയിലായിരുന്നു എക്സ്റ്റീരിയർ പോർഷൻസ് ബാക്കി പരിപാടി. പിന്നെ ബാക്കി കുറച്ച് ഇന്റീരിയർ പരിപാടികളും ബാക്കി കുറച്ച് എക്സ്റ്റീരിയർ ഒക്കെ എറണാകുളത്തും പരിസര പ്രദേശത്തൊക്കെ. ഈ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ എഡിറ്റിംഗിന്റെ കാര്യം പറയും. പ്രവീൺ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ ഓൾറെഡി നോൺ ലീനിയർ, നിങ്ങൾ സ്ക്രിപ്റ്റ് നോൺ ലീനിയർ ആയിരിക്കും. എഡിറ്റിംഗ് പ്രോസസ്സിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ പിന്നെ എഴുത്തിൽ ഏകദേശം സാധനങ്ങൾ നോൺ ലീനിയർ തന്നെയാണ് സ്ക്രീൻ പ്ലേ. കാരണം ഇതിൽ അങ്ങനെ പറ്റത്തുള്ളൂ. കാരണം മുന്നേ പ്രീ ഡിസൈൻ ചെയ്ത് മാത്രമേ എന്തായാലും ഫാസ്റ്റ് പേസ് പരിപാടി നടക്കില്ല. ഇല്ല. അപ്പൊ ഇതിൻ്റെതായ ഒരു പേസ് ഉണ്ട്. പിന്നെ
ഇതിന് ഈ ഒരു പേസ് ഉണ്ട്. ആ പേസിനെ നമ്മൾ കുറച്ചൊക്കെ ഓവർകം ചെയ്യുന്നത് ഈ നോൺ ലീനിയർ പരിപാടിയിലൊക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് ഇപ്പോൾ സിനിമയുടെ ഒരു പ്രത്യേകത കാരണം ഇത് എഴുത്തിലേ അത് വരണം ഒന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു പരിപാടി. അതിന്റെ പുറത്തോട്ട് അദ്ദേഹം കുറെ സംഗതികൾ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ എൻഹാൻസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ ഇപ്പം കാണുന്ന ഒരു ഇതിലോട്ട് ഫുൾ പടത്തിലേക്ക് വന്നിരിക്കുന്നത്. ഈ ക്യാമറ ചെയ്തിരിക്കുന്ന ഫൈസലേട്ടനും ഇതുപോലെ ഓർഡിനറി ആയിട്ട് കുറെ സിനിമകൾ ചെയ്തതാണ്. അപ്പം തന്നെ ഈ സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വേറൊരു വിഷ്വലി ഒരുപാട് സ്റ്റോറി പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടാണ് സിനിമയിലോട്ട് വന്നത്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്ത് വേറൊരു ഒരു വിഷ്വൽ ലാംഗ്വേജ് ഫോളോ ചെയ്യണമെന്ന് അദ്ദേഹത്തിനും എന്നെ പോലെ തന്നെ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അപ്പൊ അതും നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ മുജീബിന്റെ കാര്യം പറഞ്ഞത് മുജീബ് കിഷ്കിന്ദ കണ്ടിട്ടാണ് ഇതിലോട്ട് ഇത് വിളിക്കുന്നത്. ആദ്യം ഇങ്ങനെ 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ഫ്രണ്ട് പറഞ്ഞു കിഷ്കിന്ദ കാണ്ഡം, അങ്ങനെ ഞാൻ പോയി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വിളിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് ആ കിഷ്കിന്ദ കാണ്ഡത്തിന്റെ മ്യൂസിക് അത് അത്രയും അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പടത്തിന്റെ മൂഡായിട്ട് സെറ്റ് ആവുമെന്ന് തോന്നിയിട്ടായിരിക്കും. അത് വേറൊരു പടമാണ്, അത് വേറെ ലെവലിൽ നിൽക്കുന്ന പടമാണ്. ഇത് കുറച്ചും കൂടെ വേറൊരു ഇതാണ്. പക്ഷെ എന്നാലും അതിനകത്ത് ആ പടത്തിലോട്ട് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ അതെ. അപ്പൊ ഇനി വേറെയും ഒരുപാട് സിനിമകൾ ഇനി ജിതിൻ ചേട്ടൻ ഉണ്ടാവട്ടെ. ഇപ്പൊ കളങ്കാവില് നല്ല രീതിയിൽ നിറഞ്ഞ സദസ്സിൽ ഓടുകയാണ്. ഇനിയും പ്രശ്നം നടന്നിട്ട് നല്ല രീതിയിൽ സൂപ്പർ ഹിറ്റ് ആവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മളൊപ്പം ചേർന്നതിന് നന്ദി. താങ്ക് യു.